ഹലോ നീലക്കിളി, എന്തുകൊണ്ട് വിശേഷം? വിശേഷം ഒന്നും ഇല്ലടാ. അതാണെങ്കിൽ ലാലേട്ടൻ വന്ന് വഴക്ക് പറഞ്ഞു നിൽക്കുന്നതേ ഉള്ളൂ, മാറി മാറി. പുറത്താക്കിയില്ലേ? ഇല്ല, പുറത്താക്കില്ല. ഞാൻ വിചാരിച്ച അപ്പോഴും എന്നെ ബസ് കയറ്റി വിടുവന്ന്. അതിനാ ഞാൻ അവിടെ കാത്തിരുന്നത്. അങ്ങനെ കയറ്റി വിടാൻ പറ്റുമോ? അല്ല, ഓരോരുത്തരെ വിളിച്ചെണീപ്പിച്ച് ലാലേട്ടൻ ചോദിക്കുന്ന കാര്യങ്ങൾ ഇട്ട് കാണിക്കുന്ന സ്ക്രീനിൽ. ഓരോരുത്തർ ചെയ്ത കുറ്റങ്ങൾ ഇട്ട് കാണിക്കുന്നത്. നെവിനെ പുറത്താക്കുന്നില്ല, ആര്യനാ പുറത്തു പോയെന്ന് നാട് മൊത്തം പറയുന്നു. അതറിയാൻ വയ്യ, എനിക്കിപ്പോ കണ്ടാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. വരിവരിയായിട്ട് പോകും. കാരണം എന്ന് പറഞ്ഞാൽ അവര് ഡ്രാമ എന്ന് പറഞ്ഞതുകൊണ്ട് ആർക്കും ഇഷ്ടപ്പെടാതെ വന്നു. പെൺപിള്ളേര് കാര്യം പറയട്ടെ, അവന്മാര് ഷാനവാസിനെ കൊല്ലാൻ നോക്കി നിങ്ങൾക്ക് തോന്നുന്നു? അത് അല്ല, പെൺപിള്ളേരെല്ലാരും പറയുന്നു കൊല്ലാൻ നോക്കിയെന്ന്. അങ്ങനെ കൊല്ലാൻ നോക്കൂ? അങ്ങനെ പറയുന്ന മോശമല്ലേ അമ്മ? അങ്ങനെ കൊല്ലാൻ നോക്കത്തില്ല. ഇതിപ്പോ അവന്മാരൊന്നും ചെയ്തില്ലെന്നുണ്ടെങ്കിലും ഷാനവാസിക്ക് ആ സമയത്ത് കൃത്യമായിട്ട് അവര് വഴക്കുണ്ടായിക്കൊണ്ട് ഇരുന്നത് കൊണ്ടാണ് അത് സംഭവിച്ചത്. ആ തലേന്നത്തെ ഇത് പക്ഷെ നെവിൻ പോണം, അവൻ അതിന്റെ അകത്ത് അതുപോലെ കിടന്ന് ഭയങ്കര കൊഴുപ്പായിരുന്നു. പോണം തന്നെ, അത് പോണം. ഷാനവാസ് വിവരം പറഞ്ഞോ? ഷാനവാസിന്റെ ഒരു വിവരവും പറഞ്ഞില്ലടാ. ഒരു വിവരം അറിയാൻ വയ്യ. ലാലേട്ടൻ വന്ന ആദ്യമേ അത് പറയണ്ടേ. ഷാനവാസിന് എങ്ങനെയുണ്ട്, ഷാനവാസ് ഇനി വരുവോ, ഒന്നും പറഞ്ഞില്ല. ഷാനവാസിന്റെ ഒരു വീഡിയോ പോലും കാണിച്ചില്ല. ഒന്നും പറഞ്ഞതുമില്ല. നാളെ കൂടെ ഞാൻ നോക്കട്ടെ. വീട്ടിൽ പറഞ്ഞു വിട്ടാണോ? ഇല്ല, ലാലേട്ടൻ നാളെ കൂടെ അത് കാണിച്ചില്ലെങ്കിൽ ഞാൻ ഈ ബിഗ് ബോസ് കാണാത്ത മതിയാക്കാം. അങ്ങനൊന്നും പറയില്ലേ? ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനും ലാലേട്ടനും നന്ദി പറഞ്ഞോണ്ട് ഞാൻ നിർത്തലാക്കും ഇത് കാണാക്കാം. അതെന്തോന്ന് പറയട്ടെ. അങ്ങനൊന്നും പറയില്ല. ഇനിയിപ്പോ നാളെ കാണിച്ചില്ല ഷാനവാസിനെ വീട്ടിലേക്കാനും പറഞ്ഞു വിട്ടാ നമ്മുടെ വീഡിയോ ഇവിടെ നിൽക്കും. അല്ല, അങ്ങനെ പറഞ്ഞു വിട്ടാ വീഡിയോ ചെയ്യുന്നില്ല. ഷാനവാസ് വരാതെ ഇനി വീഡിയോ ചെയ്യാനൊക്കത്തില്ല. നിങ്ങൾ ഷാനവാസിന്റെ ആരാധികയല്ലേ ഈ സമയത്ത്? എനിക്ക് എപ്പോഴും അറിയാം നിങ്ങൾ അല്ലെങ്കിൽ ഷാനവാസിന്റെ അനീഷിന്റെ ആരാധികയാണെങ്കിൽ ഒരാൾ വയ്യാതെ പോയാൽ അത് അറിയണ്ടേടാ. ഞാനാണെങ്കിൽ തീ തിന്നിവിടെ ഇരിക്കുക, അതെനിക്ക് അറിയണ്ടേ. പിന്നെ ലാലേട്ടൻ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് എവിന്റെ അടുത്ത്, എവിഷനില് പുറത്ത് പോയില്ലെങ്കിൽ അപ്പോൾ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തോ കാണിച്ചു തരും? ആ കസേരയിൽ അങ്ങനെയൊന്നും അല്ല, അങ്ങനെ ഇരിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ ആരും ഇത് കാണത്തില്ലെന്ന് ലാലേട്ടൻ അറിയാം. പക്ഷെ അനീഷ് സാബുമാനും എനിക്ക് അവരെ കുറിച്ചാ പറയാനുള്ളൂ. ആ രണ്ട് പാവങ്ങൾ മാത്രമേ ഉള്ളൂ ആരെ ഉപദ്രവിക്കാൻ. അനീഷൊക്കെ എന്ത് നല്ല സ്വഭാവം. അനീഷും സാബുമാനും ആർക്കും ഒരു ശല്യമില്ല. പക്ഷെ ഇവര് മറ്റേ ഷാനവാസൊക്കെ വീണപ്പോ പെൺപിള്ളേര് അത് ഇവർക്ക് നേരെ പ്രയോഗിച്ചു. പെൺപിള്ളേര് നല്ലതുപോലെ അതിനകത്ത് നല്ല ഇളക്കിളക്കി ഇല്ലാത്ത നാശങ്ങൾ ഉണ്ടാക്കി. അക്ബറിനും ആര്യനും ഈ നെവിനൊക്കെ വിഷമമുണ്ട്. കാര്യം അത് കാരണം അങ്ങനെ അല്ല, നെവിനും ഒരുപാട് വിഷമമുണ്ട്, അക്ബറിനും വിഷമമുണ്ട്. അക്ബറിനെ ഏറ്റവും കൂടുതൽ വരിവരിയായിട്ട് എല്ലാം പോകും. കാരണം അവർക്ക് ഒരു ഭരണം കൊടുത്തപ്പോഴത്തേക്ക് അവർ കാഴ്ച വെച്ചത് നല്ലതല്ലേ. അപ്പൊ ഇത് നിങ്ങളുടെ ലാസ്റ്റ് വീഡിയോ ആവുമെന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, ഷാനവാസ് വന്നില്ലെങ്കിൽ ഞാൻ ലാലേട്ടനോടും ഏഷ്യാനെറ്റിനോടും ബിഗ് ബോസിനോടും ഞാൻ നന്ദി പറഞ്ഞ് മതിയാക്കും. ബിഗ് ബോസ് കാണാൻ മതിയാക്കും ഞാൻ. ഇതൊക്കെ ആളുകൾ കണ്ടിട്ട് നാളെ വന്നില്ലെങ്കിൽ വീഡിയോ ചെയ്യാക്കത്തില്ലെന്ന്. നാളെ വന്നില്ലെങ്കിൽ ചെയ്യുന്നില്ല. ഒരുമാതിരി ചങ്കിക്കൊള്ളുന്ന വർത്താനം നിങ്ങൾ പറയില്ലേ? ഞാനൊന്ന് റീച്ചായി വരുന്നേ ഉള്ളൂ. ഇറങ്ങി പോടാ, നിന്റെ മൂക്കാമണ്ട അടിച്ച് ഞാൻ കറക്കും. ഷാനവാസ് നാളെ വന്നില്ലെങ്കിൽ ഭക്ഷണം തരത്തില്ല, ഒന്നും തരത്തില്ല. പൊയ്ക്കോളുടെ എന്റെ മുമ്പിൽ നിന്ന്. എന്ത് പൊന്നി എന്തൊരു കഷ്ടം. നിങ്ങൾ എനിക്ക് ഏഷ്യാനെറ്റ് അവിടെ കൊണ്ടാക്കാൻ പോയി ഞാൻ.